ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ചാമ്പക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ചാമ്പക്കൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടുമുറ്റത്ത് കുറച്ച് ചാമ്പക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കാം. പിന്നെ നമുക്ക് ചാമ്പക്ക വെച്ചിട്ട് നല്ല ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ചാമ്പക്ക ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു നല്ല ചൂടുള്ള സമയത്തൊക്കെ നമുക്കൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ചാമ്പക്ക ജ്യൂസൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഈ ഒരു ചാമ്പക്ക വെച്ചിട്ടുള്ള നല്ല അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ട ചാമ്പക്ക ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കുക. നടുവൊന്ന് മുറിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചിലപ്പം പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമ്മളത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചാമ്പക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ അച്ചാറിനുള്ള മാങ്ങയാണോ എടുക്കുന്നത്, അതുപോലെ ചാമ്പക്ക എടുക്കുന്നത്, അതിൻ്റെ അളവിനനുസരിച്ച് ഓയിൽ കൂട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ നല്ലെണ്ണ തന്നെ എടുക്കണം കേട്ടോ അച്ചാറിന്, അതാണ് നല്ലത്. ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയാണ് ഓയിൽ. അപ്പോൾ ഞാനിത് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് ഈ ഫ്ലെയിമിൽ നിന്നൊന്ന് മാറ്റി വെക്കുകയാണ്. എന്ന് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോവില്ല പൊടികൾ. അപ്പോൾ പൊടി കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അച്ചാറിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിനി ഈ ഒരു ചൂടുള്ള ഓയിലിലേക്ക് ആദ്യം നമുക്ക് അല്പം കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കടുക് എടുത്തിട്ട് പതുക്കെ നമ്മൾ ഉള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു കല്ലുകൊണ്ട് ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. ആ കടുകിൻ്റെ പരിപ്പൊന്ന് ഇളകി കിട്ടിയാൽ മതി. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ഒന്ന് ഓയിലിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് മൂത്ത് വരട്ടെ. ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുത്താൽ മതി, കരിഞ്ഞു പോവരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചാമ്പക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വിനാഗിരി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചാമ്പക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ വെച്ച് ഇതുപോലെ ചെയ്യുന്നത് പോലെ ചാമ്പക്ക അങ്ങ് പെട്ടെന്ന് അലിഞ്ഞു പോവില്ല. വെന്ത് കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവില്ല ചാമ്പക്ക. അപ്പോൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ചാമ്പക്ക അച്ചാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ടൈറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചും എത്രയാണോ പുളി ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ ചാമ്പക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം.
പിന്നെ ഞാനിവിടെ കുറച്ച് ചാമ്പക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുത്ത് ഒന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ മുറിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ നല്ലത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിലും അതിലേക്ക് കല്ലുപ്പ് എടുക്കുകയാണ് നല്ലത്. ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാമ്പക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചാമ്പക്ക അച്ചാർ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ കണ്ടാൽ നല്ല വായിൽ വെള്ളം ഊറുന്ന നമ്മുടെ ചാമ്പക്ക ഉപ്പിലിട്ടതും അതുപോലെ ചാമ്പക്ക അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാമ്പക്ക അച്ചാറിനേക്കാളും കൂടുതൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചാമ്പക്ക ഉപ്പിലിട്ടതാണ്. കുട്ടികളെല്ലാം വലിയവർ തന്നെ ഇതൊക്കെ കഴിച്ചു തീർക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.